വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ മലയാള പടത്തിൻ്റെ കഥ തന്നെയാണെങ്കിലും ഒരു വിഷ്വൽ മാവൽ അല്ലെങ്കിൽ വിഷ്വൽ സ്പെക്ടക്കിൾ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു ഫിലിമായിരുന്നു 2009 ഇറങ്ങിയ ജെയിംസ് കാമറൂണിൻ്റെ അവതാർ. അന്ന് അധികം പ്രായമൊന്നും ഇല്ലാത്തതിനാൽ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാതിരുന്ന ഒരു ഫിലിമായിരുന്നു അവതാർ. അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി വർഷങ്ങൾക്ക് ഇപ്പുറം ഇറങ്ങിയ അവതാർ 2 2 വട്ടം തിയേറ്ററിൽ പോയി കണ്ടു. 2 വട്ടം ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് ഉണ്ടായത്. കാരണം വിഷ്വലി അടിപൊളിയാണെങ്കിൽ പോലും കഥാപരമായ കാര്യമായിട്ടൊന്നുമില്ലാതെ ലാഗ് ഫീൽ ചെയ്തൊരു മൂവി ആയിരുന്നു അവതാർ 2. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോൾ അവതാർ 3 റിലീസായിട്ടുണ്ട്. സോ അവതാർ 3 ഫയർ ആൻഡ് ആഷ്. അപ്പോൾ ഒറിജിനലി ഐമാക്സിന് വേണ്ടി ഇറങ്ങിയൊരു മൂവി സീരീസ് തന്നെയാണ് അവതാർ. അപ്പോൾ ആദ്യമായിട്ട് ഒരു അവതാർ ഫിലിം ഐമാക്സ് കാണാൻ പോയി, ഐമാക്സ് 3Dയിൽ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ അവതാർ 3 ഫയർ ആൻഡ് ആഷ് ഇൻ ഐമാക്സ് 3D. കഥാപരമായ ഒരുപാട് ദാരിദ്ര്യങ്ങളുള്ള ഒരു മൂവി സീരീസാണ് അവതാർ. അപ്പോൾ ഈ ദാരിദ്ര്യങ്ങൾ അവർ ചെയ്യുന്നത് ആക്ച്വലി വിഷ്വൽ എഫക്ട്സ് വെച്ച് മറക്കുകയാണ്. പിന്നെ ഈ അവതാർ ഫിലിമിന് എപ്പോഴും ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പോൾ അവതാർ 1 ആണെങ്കിലും അവതാർ 2 ആണെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് അവതാർ 3യും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഐമാക്സ് 3Dയിൽ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വിഷ്വലി അടിപൊളിയായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പടം കാണുമ്പോൾ വിത്തിൻ ആ ഫിലിമിൽ ഞാനുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ രീതിയിൽ ഇത് നല്ല രീതിയിൽ കാണാനുണ്ടായിരുന്നു പടത്തിൽ. 3.25 മണിക്കൂറോളം റൺ ടൈം ഉണ്ട് ഈ പടം. പക്ഷേ എന്നാൽ പോലും വലിയ ലാഗൊന്നും ഇല്ലാതെ തന്നെ കണ്ടു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്മേഴ്സ്ഡ് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഈ പടത്തിൽ നിന്ന്. ഞാൻ പടം കണ്ട സമയമാണെങ്കിൽ പോലും അർദ്ധരാത്രിയായിരുന്നു. ആ സമയത്ത് പോലും ഉറങ്ങാതെ പടം കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും അത്. പിന്നെ അവതാർ 2നെ സംബന്ധിച്ച് ഇതൊരു സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവതാർ 2ൽ കാര്യമായ ഹാപ്പനിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റോറി ഇങ്ങനെ പതിഞ്ഞ നാളത്ത് പോകുന്നു എന്നല്ലേ ഉള്ളൂ. ഇവിടെ ഒരുപാട് എന്താ പറയുക, കുറേ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ പടത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഐവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗോഡ് അല്ലെങ്കിൽ ബിലീഫിനെ പറ്റിയൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ പടം. അങ്ങനെ ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ആ കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അവതാർ ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഐ തിങ്ക് ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ് ഇൻ ഐമാക്സ് 3D ഇറ്റ് സെൽഫ്. ബിക്കോസ് ഐമാക്സ് കാണുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കിയുള്ള ഒരു 3Dയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നില്ല. സോ നിങ്ങൾ പടം കാണാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഐമാക്സ് തന്നെ കാണാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സ്ലോ നറേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചോളണം എന്നില്ല. എനിവേസ് ഞാൻ എൻജോയ് ചെയ്തു. ഐ ലൈക്ക് ഇറ്റ്.